JP നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്നുറപ്പായതോടെ സംസ്ഥാന BJPയിലും നേതൃമാറ്റ ചർച്ചകൾ സജീവമായി. K. സുരേന്ദ്രൻ തുടരുമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. നേതൃമാറ്റമുണ്ടെങ്കിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെയും MT രമേശിന്റെയും പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. V. മുരളീധരൻ അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നും. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും JP നദ്ദ ദേശീയ തലത്തിൽ മാറുമെന്നത് ഉറപ്പായിരിക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തി. സംസ്ഥാന തലത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് 2, 3, 4 പേരുടെ പേരുകളാണ് കേൾക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രനെ ദേശീയതല ഇന്നലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ തങ്ങുന്നുണ്ട്. സംഘടനാ നേതാക്കളുമായിട്ട് അവർ ചർച്ച നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ മികച്ച പെർഫോമൻസ് ശോഭാ സുരേന്ദ്രന് തുണയാവും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ. V. മുരളീധരനും ഇപ്പോൾ മന്ത്രിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരത്തെ അധ്യക്ഷനായിരുന്നു, അദ്ദേഹത്തിനും സാധ്യത. MT രമേശാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ടയാൾ. K. സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇങ്ങനെ 4 സാഹചര്യങ്ങളാണ്. ഇതിനും അപ്പുറം മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇപ്പോൾ? ഡോക്ടർ അരുൺകുമാർ, ഡൽഹിയിൽ ഇപ്പോൾ JP നദ്ദ മാറി ആര് വരും എന്നുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അനുരാഗ് ഠാക്കൂറിനാണോ സ്മൃതി ഇറാനിക്കാണോ എന്നുള്ള ചർച്ചകളുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ മന്ത്രിസഭയിലേക്ക് പോയി. ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ നിർമ്മല സീതാരാമൻ, ഇവരൊക്കെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് പോയപ്പോൾ ഇനി ആര് എന്നുള്ളത് വലിയ സസ്പെൻസാണ്. അങ്ങനെ ആര് എന്ന് ദേശീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതേപോലൊരു ചർച്ച കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ ഔദ്യോഗിക വിഭാഗം പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒരു നേതൃമാറ്റം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ദേശീയ തലത്തിൽ മാറിയാലും കേരളത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ K. സുരേന്ദ്രൻ തന്നെ നയിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി അതല്ല, ഒരു പുതിയ ടീമിനെയാണ് ഇനി വരാൻ പോകുന്ന ദേശീയ അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് 2, 3 പേരുകളുണ്ട്. അതിൽ V. മുരളീധരൻ്റെ പേര് നമ്മൾ എടുത്തു പറയണം. കാരണം V. മുരളീധരൻ ഇന്നലെ പറഞ്ഞത് ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ നേതൃത്വത്തിലേക്കില്ല എന്നൊരു സൂചന അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സംഘടനാ തലത്തിൽ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതോടൊപ്പം മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെങ്കിൽ അതിൽ ശോഭാ സുരേന്ദ്രന് ഒരു മുന്തിയ പരിഗണനയുണ്ട്. കാരണം ആലപ്പുഴയിൽ വലിയ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. നേരത്തെ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ അവിടെയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു, പാലക്കാടും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഈ രീതിയിൽ BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ക്രൗഡ് പുള്ളറായി അറിയപ്പെടുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും ആ നേതാവിന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം MT രമേശിൻ്റെ പേരുണ്ട്. കാരണം PK കൃഷ്ണദാസ് വിഭാഗം ഏറ്റവും പരിഗണന നൽകുന്ന പേര് MT രമേശിൻ്റെതാണ്. മാത്രമല്ല നേരത്തെ K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാവുമെന്ന് ആയ സമയത്ത് ഒപ്പം പരിഗണിച്ചിരുന്നൊരു പേര് കൂടിയാണ് MT രമേശിൻ്റെത്. പാർട്ടിയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും സീനിയറായ ഒരു നേതാവ് കൂടിയാണ് MT രമേശ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് കൂടി പരിഗണിക്കാം. ഇനി അതല്ല, കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ മുൻനിർത്തി ഒരു ക്രിസ്ത്യൻ പരീക്ഷണത്തിനൊക്കെ മുതിരുകയാണെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അനിൽ ആൻ്റണിയൊക്കെ സംസ്ഥാന തലത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി നമുക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാവുന്നതാണ്. ഏതായാലും നേതൃമാറ്റം ദേശീയ തലത്തിൽ ഉറപ്പായി. അതിനനുസരിച്ച് സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് BJPയിൽ ഇപ്പോഴത്തെ ചർച്ച. പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ജോർജ് കുര്യന് പെട്ടെന്ന് മന്ത്രിസ്ഥാനം കിട്ടിയത് വലിയ സർപ്രൈസ് ആയിരുന്നു എല്ലാവരിലും. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാം. ഈ ജോർജ് കുര്യന് സഹമന്ത്രിസ്ഥാനം കിട്ടിയതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി അത് വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ വിജയമാണെന്ന് പറഞ്ഞതോടുകൂടി സംസ്ഥാന നേതൃത്വത്തിന് അതിനകത്ത് വലിയ റോളില്ല എന്ന് കണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഡോക്ടർ, ഒരു ക്രിസ്ത്യൻ മുഖം മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ BJPക്കും നിർബന്ധമുണ്ട്. നേരത്തെ അൽഫോൺസ് കണ്ണന്താനത്തെയൊക്കെ ആ രീതിയിലാണ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പ്രത്യേകിച്ച് കേരളത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഗോവയിലുമൊക്കെ BJPക്ക് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ നിർലോഭം കിട്ടി എന്നാണ് കണക്കുകൂട്ടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു വ്യക്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പരിഗണിക്കപ്പെട്ടിരുന്ന നേരത്തെ ദേശീയ സെക്രട്ടറി ഉണ്ടാകുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പരിഗണിക്കേണ്ട കാര്യമില്ല, അനിൽ ആൻ്റണിയെ പരിഗണിച്ചാൽ മതി. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു മലയാളിയെ പരിഗണിക്കുമ്പോൾ അത് സംഘടനാ തലത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാവണം എന്നുള്ളത് സംഘടനയ്ക്ക് നിർബന്ധമുണ്ടാവും. പ്രത്യേകിച്ച് V. മുരളീധരൻ മന്ത്രിസ്ഥാനത്ത് മാറുമ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ വീണ്ടും ഒരു സ്വാധീനം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളായിരിക്കണം. അത് സ്വാഭാവികമായിട്ടും ജോർജ് കുര്യനാണ്. കാരണം ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ ആ പദവി രാജിവെച്ചുകൊണ്ടാണ് K. സുരേന്ദ്രൻ്റെ ടീമിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് എത്തുന്നത്. മാത്രവുമല്ല
BJP-യിൽ മറ്റ് പ്രവർത്തകർക്കൊന്നും എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജോർജ് കുര്യൻ ഒരു മാന്യനായ, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന, മാത്രമല്ല പാർട്ടിയിൽ ദീർഘകാലമായി, പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലം മുതൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് BJP-യിലേക്ക് എത്തുകയും BJP-യുടെ മുഖമായി മാറുകയും ഈ മണിപ്പൂർ വിഷയത്തിൽ പോലും BJP പ്രതിരോധത്തിലായപ്പോൾ അവരെ ചെറുക്കാനൊക്കെ മുൻനിരയിൽ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു മുഖമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് കുര്യൻ വരുന്നത് BJP-യുടെ സംസ്ഥാന ഘടകത്തിന് എതിർപ്പില്ലാത്ത ഒരു പേരായിരിക്കും. മാത്രവുമല്ല വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. റൈറ്റ്, ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ BJP-യിലും അഴിച്ചുപണി വരാൻ പോകുന്നു. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമോ? വി മുരളീധരൻ തിരിച്ചെത്തുമോ? ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി BJP പാർട്ടി അധ്യക്ഷയാകുമോ? അതോ MT രമേശിന് അവസരമുണ്ടാകുമോ എന്നതാണ് ചോദ്യം. അനിൽ ആന്റണിക്കാണ് മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന മന്ത്രിസ്ഥാന ലബ്ധി ഒട്ടേറെ ചർച്ചകൾക്ക് ഇതിനകം തന്നെ വഴി തുറന്നിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യത്തോടു കൂടിയാണ് ജോർജ് കുര്യനെ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്കുള്ള ഒരു പാലം എന്ന നിലയിൽ കൂടി ഒരു മന്ത്രി ആയി പരിഗണിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന പ്രാതിനിധ്യമാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം. ജോർജ് കുര്യൻ ജനസംഘത്തിൽ നിന്ന് BJP-യിലേക്ക് എത്തുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 19 വയസ്സ് മാത്രമാണ് പ്രായം. അന്ന് മുതൽ ഇന്ന് വരെ BJP അല്ലാതെ മറ്റൊരു പാർട്ടിയെക്കുറിച്ച് ജോർജ് കുര്യൻ ചിന്തിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു സ്ഥാനവും പ്രത്യേകമായി ആഗ്രഹിക്കുകയോ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ ജോർജ് കുര്യനാണ് ഇപ്പോൾ സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മുഖമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ജോർജ് കുര്യൻ പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ചർച്ചകളിലൊക്കെ BJP പ്രതിരോധത്തിലാവുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും അതിൽ നിന്ന് നമ്മളുടെയൊക്കെ ചോദ്യങ്ങൾ നേരിട്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു നേതാവാണ്. സൗമ്യമുഖമാണ് ജോർജ് കുര്യൻ. നമ്മളുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദമുള്ളയാളാണ് ജോർജ് കുര്യൻ. എപ്പോഴും ടെലിഫോണിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് നമ്മളോട് പ്രതികരിക്കുന്നു. വിമർശനങ്ങളും എതിർപ്പുമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അതൊക്കെ സൗമ്യമായിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. ജോർജ് കുര്യൻ